നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു അടാറ് വീഡിയോ എന്ന് പറയാട്ടോ. എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഉണ്ടാക്കി വിടുമ്പോൾ കഴിക്കാം, എടുത്തു വയ്ക്കൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു കായം മാങ്ങ അച്ചാർ അങ്ങനെ തന്നെ പറയാം. കുഞ്ഞു കുഞ്ഞിതാക്കി നുറുക്കണം, എന്നിട്ട് പച്ച കായം തന്നെ കലക്കി ഒഴിക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അപ്പടിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് കായം മാങ്ങ അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. ഇതും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആരെങ്കിലും വരികയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അച്ചാറൊന്നുമില്ല, അപ്പോഴേക്കപ്പോഴേ ഉണ്ടാക്കി കഴിക്കുന്നേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെള്ളം മൂവാണ്ടൻ മാങ്ങ തന്നെയാണ്. പൊട്ടിച്ചെടുത്ത ഉടനെ വാങ്ങിയതാണ് കേട്ടോ. കണ്ടോ, നല്ല ചോനയൊക്കെ ഉണ്ട്. വെള്ളം മൂവാണ്ടൻ കൊണ്ട് ഉണ്ടാക്കിയൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഇൻസ്റ്റൻറ്റ് പിക്കിളാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പിക്കിൾ കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കുനുകുനാന്ന് വേണമെങ്കിൽ അങ്ങനെ, കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടിയിട്ട് അവിടെ വെക്കണം, കൂട്ടി വെക്കുക. അപ്പം ഞാൻ കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്കങ്ങനെ അരിഞ്ഞെടുക്കാം. കണ്ടോ, എന്തൊരു ഭംഗിയാണ് നോക്കുമല്ലേ. മാങ്ങയൊക്കെ ഞാൻ അങ്ങനെ കുനുകുനാ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചിലപ്പോൾ നമുക്ക് കൂട്ടുന്ന സമയത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നാലും 1/4 ഭാഗം ഉപ്പ് ഇതിലേക്ക് തന്നെ ഇടാം കേട്ടോ. അതായത് മാങ്ങ കഷ്ണങ്ങളിലൊക്കെ വേഗാണ്ട് പിടിച്ചോട്ടെ. ഒരു 3 ടേബിൾ സ്പൂൺ, 3-3.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക തന്നെ. അപ്പോൾ നാളേക്ക് നല്ല സോഫ്റ്റാവും. ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി. ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ മാങ്ങാക്കറി ഒന്നും ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ, കാരണം വേഗം എടുക്കുകയും ചെയ്യാമല്ലോ. നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു 6:45 മണിയായിട്ടുണ്ട് എന്ന് സന്ധ്യയ്ക്ക്. ഇനി നാളെ രാവിലെ നമുക്ക് കൂട്ടാം കേട്ടോ. ഇപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം, അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് LG കായത്തിൻ്റെ, ഞാൻ വാതിലിൻ്റെ ഇടയിൽ വെച്ചിട്ട് അങ്ങോട്ടേ അടച്ച കാരണം നല്ലോണം കഷ്ണങ്ങളായി കിട്ടി കേട്ടോ. കണ്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടോളൂ. ഞാനിവിടെ കുറച്ച് പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത്. ഒരു 2-3 വലിയ കഷ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ രാവിലെ ആകുമ്പോഴേക്കും നല്ലോണം അലിഞ്ഞോളും. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ, അല്ല നിങ്ങൾ അഥവാ ഇടാൻ മറക്കുകയാണെങ്കിൽ രാവിലെ കുറച്ച് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂറോളം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലുത്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊന്ന് തുറന്ന് നോക്കാം എന്തായി എന്നുള്ളത്. എന്തൊരു മണ വരണറിയോ. കഞ്ഞിയുടെ ഒപ്പം ഇത് മാത്രം മതി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ ഉണ്ടാക്കല്ലേ, ഒരു കുഴപ്പമില്ല. ഈ വെള്ളമൊക്കെ വേണം. അതേപോലെ തന്നെ കായം, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കായം നന്നായിട്ടായിട്ടുണ്ട്. ഇങ്ങനെ പച്ച കായം തന്നെ നിങ്ങൾ മാങ്ങാക്കറിയിൽ ചേർത്ത് നോക്കൂ. അതിനോടൊക്കില്ല കേട്ടോ വേറെ ഒന്നും. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടിവിടെ ഒരു 10-15 മിനിറ്റും കൂടി ഇരിക്കട്ടെ കേട്ടോ. പിന്നെ കഴിഞ്ഞു പരിപാടി. കൂട്ടൽ പിടിയുന്ന കഴിയുകയും ചെയ്യും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിക്കിള്. കായം കൂടി ഒഴിച്ചപ്പോൾ എന്തൊരു മണം അറിയോ. ഇവിടെ ഇരിക്കട്ടെ, ഒന്നും കൂടി നമുക്ക് അടച്ച് വയ്ക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിട്ട് ഇങ്ങനെ ഒരു കടായി, അടി കട്ടിയുള്ള കടായി തന്നെ വേണം, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സാധാരണ കുറേ അധികം ദിവസം ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കാറ്. പക്ഷേ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ലോണം ഒരു 1.25 ടേബിൾ സ്പൂൺ കടുക്, കഷ്ടി ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഒന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയ സമയത്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതൊക്കെ എനിക്കനുസരിച്ച് ചെയ്യാം. നല്ലോണം കറിവേപ്പില കേട്ടോ, എൻ്റെ നല്ലോണം ഉണ്ടായിരുന്നു. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയുടെ നല്ലൊരു മൂത്ത മണമൊക്കെ വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ട കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് ശരി, എന്നാലും
ഞാൻ സാധാരണ അച്ചാറുകൾക്ക് പൊടിച്ച് വെക്കാറുണ്ട്. 1/4 ടീസ്പൂൺ മാത്രം മതി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നല്ലോണം ഒരു 4.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. എരിയുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ചൂടുണ്ട്. ഇതിലിരുന്നിട്ട് തന്നെ ആ പൊടിയുടെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറ്റി. ഇതിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോഴേ ഉപയോഗിക്കാവുന്ന അച്ചാറാണ്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയിൽ നല്ലോണം വെള്ളമുള്ള കാരണം ഇത് നന്നായിട്ട് കുതിർന്നോളും. കണ്ടോ, നമ്മുടെ നുറുക്കി വെച്ച മാങ്ങ കായത്തിൻ്റെ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറക്കരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മുളക് പൊടി എല്ലാ സ്ഥലത്തേക്കും ആവണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കണേ. ഉപ്പ് ഉണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് കണ്ടോ, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഊണ് കഴിക്കുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും കൈ തട്ടിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചും കൂടി വേണം. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാകുമ്പോൾ ഉപ്പൊന്ന് മുന്തി നിന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ. ഇപ്പം ഞാൻ നല്ലോണം ഒരു 1.5 ടേബിൾ സ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ചേർക്കാം കേട്ടോ. ഇനി ഗ്യാസ് കത്തിക്കാം കേട്ടോ. ഇനി ഇത് കുറേ നേരമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മതി. മാങ്ങ അങ്ങനെ വെന്ത മാങ്ങയുടെ രുചി വരില്ല, എന്നൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് അത്ര മതി. വെയിറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തിള വരാൻ തുടങ്ങി. ഓഫ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് മതി കേട്ടോ, അതിലധികം വേണ്ട. ഇനി ഒരു 3 മിനിറ്റും കൂടി ആയാൽ കുഴപ്പമില്ല, 4-5 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. കാരണം ഇത് നന്നായിട്ട് കുതിർത്തി വെച്ച മാങ്ങയാണല്ലോ. ഇന്നലെ രാത്രി തന്നെ, ഇന്നലെ വൈകിട്ട് നുറുക്കിയിട്ട് വെച്ചതല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണല്ലോ. പിന്നെ രാവിലെ കായത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ടും കുറച്ച് നേരം നമ്മൾ വെച്ചതാണ്. അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ ഈ കായം മാങ്ങ, കായം നുറുക്ക് മാങ്ങ കേട്ടോ. കാരണം മെയിനായിട്ട് നല്ലോണം ഉണ്ട് അതിൽ കായം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇപ്പം മാങ്ങയുടെ സീസണല്ലേ. അപ്പോൾ കണ്ടോ, നമ്മുടെ അച്ചാർ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഊണ് കഴിക്കുമ്പോൾ കുറച്ചിട്ടിട്ട് ഉരുള തരാം കേട്ടോ. കണ്ടോ, ഹായ്, വായലിങ്ങനെ കപ്പലൊടിക്കാനുള്ള വെള്ളം വരുന്നത്. ചോറ് വിളമ്പിയിട്ടുണ്ട്. ഹായ്, എന്താ അച്ചാറിൻ്റെ കളറല്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ പല കമൻറ്റുകളും വരും കേട്ടോ. അധികം ഇടുന്നില്ല, മതിയാക്കിക്കളെ, മതി. ഉരുള വേണ്ടേ? അല്ല, ചൂടുള്ള ചോറാട്ടോ, അതും പറയാലോ. ഇന്ന് ഉഷാറുള്ള തന്നെ കേട്ടോ. എല്ലാവരും കഴിച്ചോളൂ. കായമാങ്ങ ഉരുള. അപ്പം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ഭരണി ഉണ്ട് കേട്ടോ, അതിലേക്ക് ആക്കി വെക്കണം. അപ്പം ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി അങ്ങോട്ട് കാണിച്ചു തരണ്ടേ. മാണച്ചാലും പോരാ. അപ്പോൾ കണ്ടോ എങ്ങനെയുണ്ടോ കാണാൻ, എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ കായം മാങ്ങ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.